സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനാകുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു കർത്താവിൻ്റെ പ്രസ്താവനയാണ് സ്നാപകയോഹന്നാനെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 11:11 12 പറയുന്നു, യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. രണ്ട് വ്യത്യസ്തമായ പ്രസ്താവനകളാണ് നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ പ്രയോജനമുള്ളതാണ്. ഒന്ന്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം വലിയ വീരനായകന്മാർ, ശക്തരായ പ്രവാചകന്മാർ, ദൈവത്തോടുകൂടെ നടന്നവർ, മരണം കാണാതെ എടുക്കപ്പെട്ടവർ, രാജാക്കന്മാർ, ജ്ഞാനികൾ എല്ലാവരും ഉണ്ട്. കയ്യീനും ഹാബേലും തുടങ്ങി ഇങ്ങറ്റം വരെ സ്നാപക യോഹന്നാൻ വരെ ഉള്ള സകല മനുഷ്യരെടുത്തോ ഒരാൾ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനല്ല. അത് പറയാൻ ആർക്കാ പവറുള്ളത്? അതൊരു പറഞ്ഞാൽ ആർക്കും വില കുറച്ച് കാണാൻ പറ്റാതെ വണ്ണം അധികാരമുള്ള ആളാണ് പറയുന്നത്. യേശു കർത്താവ് എന്ന് പറയുന്ന വചനത്തിനപ്പുറത്തൊരു വാക്കില്ല. യേശു കർത്താവ് പറഞ്ഞപ്പോൾ അത് അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണത്? കാരണം എല്ലാവരും ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള മനുഷ്യരാണ്, വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യരാണ്. ഇദ്ദേഹം വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാത്ത ആളാണെങ്കിൽ പോലും കൃപയെയും ന്യായപ്രമാണത്തെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നൊരു ബ്രിഡ്ജായിരുന്നു, പാലമായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ, എങ്കിലും സത്യം നിറഞ്ഞൊരു മനുഷ്യൻ, പക്ഷെ കൃപയില്ല. കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ദൈവപുത്രന് സാക്ഷ്യം പറയേണ്ടുന്നവൻ. സത്യം നിറഞ്ഞെന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു യോഹന്നാൻ. ആ വിളക്ക്, ആ വെളിച്ചം ഒരിക്കൽ രാജകൊട്ടാരത്തിനകത്ത് ചെന്നു രാജാവിനോട് ദൂത് പറഞ്ഞു. ദൂത് കേട്ടവരും നാട്ടുകാരും എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ രാജാവിനോട് കയറി ഇങ്ങനൊരു ദൂത് പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ദൈവഭയം ദേശത്ത് വീണു. സത്യമെന്താണ്, വെളിച്ചമെന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു ഈ മനുഷ്യൻ. രാജാവും രാജ്ഞിയും ബന്ധുക്കളും എല്ലാവരും പേടിച്ചു പോയി. അത് പേടിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു വലിയ വിരുന്ന് നടക്കുമ്പോൾ പോലും ആ രാജ്ഞിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരാഗൃഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ, അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങിയിട്ട് ഒരു വീഞ്ഞു വിരുന്നോ മറ്റു വിരുന്നുകളോ ഒന്നും, അതിഥികളോ ഒന്നും അവളെ സന്തോഷിപ്പിക്കുന്നില്ല. ആ സാഹചര്യത്തിലും രാജാവ് ചോദിക്കണം, രാജ്യത്തിൻ്റെ പകുതി വേണേലും തരാം, വേണ്ട, യോഹന്നാൻ സ്നാപകനെ കൊന്നാൽ മതി എന്ന് പറയത്തക്കവണ്ണം ദൂത് അവരെ ഭ്രമിപ്പിച്ചു. അതാണ് സത്യം നിറഞ്ഞ കത്തിജ്വലിക്കുന്ന വിളക്ക്. രണ്ടാമത് നമ്മൾ കാണുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ, അതായത് നമ്മൾ, ഈ ചെറിയവരായ നമ്മൾ ഈ പറഞ്ഞ വലിയ പുള്ളിയേക്കാളും വലിയതാണെന്ന്. അത് വലിയൊരു അത്ഭുതകരമായൊരു വാർത്തയാണ്. യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ ഇടയ്ക്ക് ആളെ ചോദിച്ചു, ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണോ? കർത്താവിന് ഇതൊന്നും കേട്ടാൽ ഞെട്ടലൊന്നും വരത്തില്ല. കർത്താവ് ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. യേശു കർത്താവ് ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വന്ന മനുഷ്യൻ. പഴയ നിയമം തൊട്ടേ പ്രവാചകന്മാരാൽ മുന്നറിയിക്കപ്പെട്ട മനുഷ്യൻ. തൻ്റെ നിയോഗം പൂർത്തിയാക്കി കാരാഗൃഹത്തിൽ കിടക്കുന്നു. പക്ഷേ ഇദ്ദേഹം ചോദിച്ചു പോയി, ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണോ അതോ അങ്ങ് തന്നെയാണോ? നമ്മളെടുക്കാം. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവരാണ് നമ്മൾ. നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് പോലും നമ്മൾ ഒരിക്കലും ചോദിക്കില്ല, കർത്താവേ നീയല്ലാതെ വേറെ ആരുമില്ലെന്നേ നമ്മൾ പറയത്തുള്ളൂ. നമ്മളെന്ത് കുഴഞ്ഞവരായിക്കോട്ടെ, എങ്ങനെയുള്ളവരായിക്കോട്ടെ, പക്ഷേ കർത്താവിനെ വിട്ട് വേറൊരു നാമത്തിൻ്റെ പുറകെ പോകാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് സമ്മതിക്കില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ. അടുത്തത് നമ്മൾ കാണുന്ന അത്ഭുതകരമായ രണ്ടാമത്തെ പ്രസ്താവന, യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കും. ആ ബലാത്കാരം എന്നുള്ള വാക്ക് വയലൻസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വയലൻ്റ് പീപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോൾ യാക്കോബിൻ്റെ ബലം, ദൈവത്തെയും മനുഷ്യനെയും നീ മല്ലുപിടിച്ച് തോൽപ്പിച്ചു എന്ന് പറയുന്ന ബലമാണ്. അത് ഹോശേയുടെ പുസ്തകത്തിൽ നമുക്കറിയാം. അവൻ മല്ലുപിടിച്ചത് എങ്ങനെയാണ്? കരഞ്ഞപേക്ഷിച്ചെന്നാണ്. പ്രാർത്ഥനയുടെ എക്സ്ട്രീം ലെവലിലേക്ക് കയറി.
സ്വർഗത്തെ അങ്ങ് വിറപ്പിച്ചു. ദൂതൻ ഭ്രമിച്ചുപോയി. അതാണ് ആ മല്ലുപിടുത്തം. കരഞ്ഞപേക്ഷിച്ചു. എന്തോ കരച്ചില്ല. ഇത്രയും ജനിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വളർന്നിട്ട് ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. ദൂതനങ്ങ് വീണുപോയി, വിട്ടില്ല. പ്രാർത്ഥനയുടെ പവർ കണ്ടോ? ഈ പ്രാർത്ഥനയുടെ പവർ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി? സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു മനുഷ്യനെ പ്രാർത്ഥനക്കാരനാക്കുന്നത്. പ്രത്യേകിച്ച് വിളിയുള്ളവനെ പ്രാർത്ഥനക്കാരനാക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണ്. കർത്താവെ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. തകർന്ന മനസ്സ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഈ തകർച്ച ദൈവം കൊടുക്കും. നമ്മൾ വിചാരിക്കും നശിപ്പിക്കാനാണ്, സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന്. അല്ല, നിൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചാകാശത്തെ കീറിമുറിച്ച് സ്വർഗത്തിൽ ചെല്ലണം. അതിനാണ് മനസ്സിനെ അങ്ങ് തകർക്കുന്നത്. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, തകർച്ചകൾ വന്നത്, അപമാനങ്ങൾ വന്നത്, കഷ്ടതകൾ വന്നത്, ദാരിദ്ര്യം വന്നത്, തൊഴിലില്ലായ്മ വന്നത് മനസ്സിനങ്ങ് തകർക്കാനാണ്. മറുവശത്ത് സ്വർഗത്തിലേക്കൊരു കോവണി റെഡിയാക്കാനായിരുന്നു. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു കോവണി. ഈ ബലാത്കാരം, ആ ബലാത്കാരമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് പറയുകയാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗം നിങ്ങൾക്ക്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമി നിങ്ങൾക്ക്. ദൈവത്തെയും മനുഷ്യനെയും നിങ്ങൾക്ക് മല്ല് പിടിച്ച് തോൽപ്പിക്കാം. ആത്മാവിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ സ്വർഗത്തെയും, സൗമ്യതയുണ്ടെങ്കിൽ ഭൂമിയെയും മനുഷ്യനെയും. ആത്മാവിൽ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സിമ്പിൾ അർത്ഥം നോക്കിക്കേ. എത്ര ആത്മാക്കളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, എത്ര മനുഷ്യരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, അത്ര വിശാലത നിങ്ങളുടെ ആത്മാവിനുണ്ടോ, അത്രയും നിങ്ങൾക്ക് സ്വർഗം കിട്ടും. സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്, സൗമ്യതയുള്ളവർ ഭൂമിയെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പിടിക്കും. ഗ്രൗണ്ട് പിടിക്കുന്നത് മൃദുമായ ആരാണോ സംസാരിക്കുന്നത്, അഭിനയിക്കുകയല്ല, ആരുടെ ഹൃദയത്തിലാണോ സൗമ്യതയുള്ളത് അവരുടെ അധരങ്ങൾ മൃദുവായി സംസാരിക്കും. മൃദുവായ വാക്ക് അസ്ഥികളെ നുറുക്കുന്നു എന്ന് വരെയുണ്ട് സദൃശ്യവാക്യങ്ങളിൽ. അവർക്ക് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അവർക്ക് ഗ്രൗണ്ട് പിടിച്ചെടുക്കാം. ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, എവിടെയാണോ വേല ചെയ്യുന്നത്, ഏത് കുടുംബത്തിലാണോ, ആൾക്കാർ ആരുടെ ഇടയിലാണോ, ഇവരുടെ ഭാഷണത്താൽ, സംസാരത്താൽ, ഇടപെടലിനാൽ ഇവർക്ക് ആ നിൽക്കുന്ന ഗ്രൗണ്ടിൽ അഡ്വാൻറ്റേജ് കിട്ടും. അത് ഷൗട്ടിങ്ങിനാലല്ല. ഷൗട്ടിങ്ങിനാലും മറ്റുള്ളവരെ പേടിപ്പിച്ചും ഗ്രൗണ്ട് പിടിക്കാം, ഭൂമി പിടിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഭൂമിയെ സൃഷ്ടിച്ചവൻ, സ്വർഗത്തെ സൃഷ്ടിച്ചവൻ പറയുന്നു, സൗമ്യതയുണ്ടെങ്കിൽ ഭൂമിയെ നിങ്ങൾക്ക് തരാം, ആത്മാവിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ സ്വർഗം തരാം. അതിൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ തോന്നാവുന്ന ഒരു ഭാഗമുള്ളത്, ഭൂമിയിലെ സകല മനുഷ്യരിലും ഏറ്റവും സൗമ്യനായിരുന്നു മോശെ, പക്ഷേ അദ്ദേഹത്തിന് ദേശം കിട്ടിയില്ല എന്ന് വേണേൽ നമുക്ക് പറയാം. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ വാഗ്ദത്ത ദേശത്ത് കയറേണ്ടതല്ലേ, അദ്ദേഹത്തിനത് കിട്ടേണ്ടതല്ലേ? നമ്മുടെ കണ്ണിൽ അങ്ങനെ തോന്നിയാലും മോശയുടെ കണ്ണിലും ദൈവത്തിൻ്റെ കണ്ണിലും അതത്ര വലിയ വിഷയമല്ല. ആ വാഗ്ദത്ത ദേശമോ ആ മണ്ണോ വിഷയമല്ല. കാരണം ആ മണ്ണുൾപ്പെടുന്ന ഭൂമി മുഴുവനും മോശ പിടിച്ചു. അത് സങ്കീർത്തനം 19 നമ്മൾ കാണുന്നത്. മോശയുടെ ന്യായപ്രമാണമെന്ന് പറയുന്ന ആ പ്രമാണം ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല, പക്ഷേ അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. 7-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. മോശയുടെ ന്യായപ്രമാണം, യഹോവ കൊടുത്ത ന്യായപ്രമാണം. പിന്നീട് മോശയുടെ ന്യായപ്രമാണം എന്ന് അറിയപ്പെടുന്നു. ആ ന്യായപ്രമാണത്തിൻ്റെ ചൂടേൽക്കാത്ത ഒരു മനുഷ്യനുമില്ല ഈ ഭൂമിയിൽ. ഭൂമി മുഴുവനും പിടിച്ചു സൗമ്യതയാൽ മോശെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ തെറ്റുപറ്റുകയില്ല. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാളും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യൻ്റെ ബലത്തെക്കാളും വലിയതാണ്. വചനത്തെ അന്ധമായി വിശ്വസിക്കുന്നതും അന്ധമായി അത് ഏറ്റെടുക്കുന്നതും പാലിക്കുന്നതും അനുഗ്രഹമാണ്. അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ നടക്കും. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ.